ആഷിക്ക് 12 വർഷം, പ്രസക്തമായ 12 വർഷം. ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് കോൺഗ്രസ് ഇവിടുത്തെ ഭരണപക്ഷത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു കൊടുത്തിരുന്നു. പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ നരേന്ദ്രമോദി അടങ്ങുന്ന ഒരു പൊളിറ്റിക്കൽ സിൻഡിക്കേറ്റ് പകച്ചു നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മുടെ ഭാരതം സാക്ഷിയായത്. അതായത് വനിതാ സംവരണ ബില്ലിനോടൊപ്പം മണ്ഡല പുനർനിർണയ ബില്ലും പാസ്സാക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തകർത്തെറിഞ്ഞത്. അതിൻ്റെ ഒരു വൈകാരിക നാടകമെന്നോണം പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ സ്ത്രീകളോട് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ്. കാരണം പ്രതിപക്ഷം സ്ത്രീവിരുദ്ധതയുള്ള പാർട്ടിയാണ് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി അത്ര ഒരു നാടകം എന്ന് തന്നെ പറയണം. പെറ്റി നാടകം ഇന്നലെ ഒരു അഭിസംബോധനയോടെ നടത്തിയത്. അതെ, വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നില്ല. കൂടുതൽ വനിതകൾ വരണം, പാർലമെന്റിൽ വനിതകളുടെ ശബ്ദമുയരണം, അതിന് പ്രതിപക്ഷം എതിര് നിൽക്കുന്നില്ല. പക്ഷേ മണ്ഡല പുനർനിർണയം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ആ ഒരു കുപ്രസിദ്ധമായ പ്ലാനിങ് അത് നടക്കില്ല. അത് മാത്രമല്ല, ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മണ്ഡല പുനർനിർണയമാണ് ആ ഒരു ബില്ലിനൊപ്പം വെച്ചിരിക്കുന്നത്. അതൊരു കാരണവശാലും പ്രതിപക്ഷം സമ്മതിക്കില്ല. അധികാരം കയ്യിലുണ്ടെന്നുള്ള ഹുങ്കിൽ എന്തുമാകാമെന്നുള്ള ഒരു അഹങ്കാരം, ഈ എന്താ പറയുന്ന അംഗബലം, അതായത് ഈ പറയുന്ന പാർലമെന്റിലെ അംഗബലം ഉയർത്തി കാണിച്ച് പ്രതിപക്ഷത്തെ ഒന്നാകെ താഴ്ത്തിക്കെട്ടാം, ഭാരതത്തെ ഒന്നാകെ ഞങ്ങൾ എന്തു പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റൂ, ഞങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം അത് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിന് മേലെ ഏറ്റ ഒരു അടിയായിട്ടാണ് എനിക്ക് ഈ പറയുന്ന കോൺഗ്രസിന്റെ വിജയത്തെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇവിടെ മോദിയുടെ മേൽനോട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ, അവർ തുടർച്ചയായി ഭരണത്തിൽ വരുന്നു, അവർ മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ള, ഇവിടെ കേരള സംസ്ഥാനത്തിലേക്ക് വരുവാണെങ്കിൽ LDFന്റെ ക്യാപ്ഷൻ പോലെ ഞങ്ങളല്ലെങ്കിൽ മറ്റാര് എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ പോലെ ഞങ്ങളെ ഉള്ളൂ, ഞങ്ങളെ എല്ലാവരും അംഗീകരിക്കണമെന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തിന് മേലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇടുത്തി പോലെ വീണിരിക്കുന്ന ഒരു വിജയമാണ് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുണ്ടായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഷിക്ക് നമുക്കതിനെ ഖണ്ഡിക്കാൻ പറ്റുമോ? ഇവിടെ കോൺഗ്രസിന്റെ വിജയം മാത്രമെന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഭാഗമായ ഇന്ത്യ മുന്നണി, അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള DMK എംപിമാരിൽ എടുത്തു പറയേണ്ട ഒരു പേര് കനിമൊഴി. അദ്ദേഹത്തിന്റെ ആ ഒരു MP-യുടെ പ്രസംഗം വളരെ എന്താ പറയുക, കാലിക പ്രസക്തിയുള്ളതാണ്. അത് മാത്രമല്ല, അഖിലേഷ് യാദവ് ഈ ഒരു ബില്ലിനെതിരെ ആദ്യം മുതൽ മുന്നിലുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പിൽ അമിത്ഷാ ചൂളിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബില്ല് അവതരിപ്പിച്ച സമയത്ത്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന സോക്കോൾഡ് അധികാര വർഗത്തിന്റെ കുത്തകയായ ബില്ലുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ബില്ലുകൾ കൊണ്ടുവരുന്നു. വനിതാ സംവരണ ബില്ലെന്നും പറഞ്ഞൊരു ബില്ല് കൊണ്ടുവരുന്നു. വനിതകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഇതെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലഭ്യമാക്കേണ്ട ഒരു പരിധി വരേക്കുമുള്ള പല ആനുകൂല്യങ്ങളെയും പറയാതെ പറഞ്ഞുകൊണ്ട് അവരില്ലായ്മ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ തോന്നലാവാം, അതല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നതാണല്ലോ. ഇപ്പം ആഷിക്ക് എന്നോടൊരു കാര്യം പറയുന്നു, അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇത് കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും അതിനൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെയാണ് ഇത്തവണ ഈ പറയുന്ന BJP മുന്നോട്ട് വെച്ച വനിതാ സംവരണ ബില്ലിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എൻ്റെ തോന്നൽ മാത്രമാണോ ആഷിക്ക്, അതോ സത്യത്തിൽ അങ്ങനെ തന്നെയാണോ? മുമ്പ് പല ഉദാഹരണങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം, 45 ദിവസത്തിനകം ഈ നാട് നന്നാക്കിയില്ലെങ്കിൽ എന്നെ പച്ചക്ക് കത്തിച്ചുകൊള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ്. അതുമാത്രമല്ല, കൊറോണയ്ക്ക് കൈയടിച്ചാൽ അല്ലെങ്കിൽ പാത്രം മുട്ടിയാൽ കൊറോണ പോകും എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഉള്ള നാടാണ്. ആ പ്രധാനമന്ത്രിയുടെ വാക്ക് എന്ത് വില കൊടുത്താണ് ഈ നാട് വിശ്വസിക്കേണ്ടത്? ആഷിക്ക് ഏറ്റവും വലിയൊരു സ്കാം ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപയൊക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും പെട്രോൾ. ആ 50 രൂപയുടെ പെട്രോൾ പ്രതീക്ഷിച്ച് ഞാൻ മുറ്റത്ത് മേടിച്ചിട്ട് ഒരു വണ്ടി തുരുമ്പെടുത്ത് തീരാറായിട്ടുണ്ട്. പക്ഷെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടിയിട്ടില്ല. അതെ, അത് മാത്രമല്ല, ഇപ്പൊ ഈ നമ്മുടെ നോട്ട് നിരോധന സമയം ഉണ്ടായിരുന്നല്ലോ, ചിപ്പ് വെച്ച 2000 രൂപ നോട്ട്, മണ്ണടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കുന്ന കള്ളപ്പണത്തെ ഒഴിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന നോട്ട്. അതെ, ആ നോട്ട് എവിടെ? പക്ഷേ ആ നോട്ട് ഇപ്പൊ 2026 ആയപ്പോ ആ 2000 നോട്ട് എവിടെ പോയി? എവിടെ? ആകെയുള്ള 500 നോട്ട് എവിടെ? ചിപ്പിന് തുരുമ്പ് പിടിച്ചു. ചിപ്പും ഇല്ല, നോട്ടും ഇല്ല, ഒന്നുമില്ല. ചിപ്പിന് തുരുമ്പ് പിടിച്ചതാണ്. അതുപോലെ ഒരു പൊയ്വാക്കാണ് ഈ വനിതാ സംവരണ ബില്ല്. അതിന് മുന്നിൽ അതിന്റെ ഹിഡൻ അജണ്ട ഈ മണ്ഡല പുനർനിർണയമാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നഖശിതാന്തം എതിർത്ത
തുടക്കം മുതലേ നഖശിതാന്തം എതിർത്തിരുന്നു. വനിതാ സംവരണ ബില്ലിനെ അല്ല, മണ്ഡല പുനർനിർണയ ബില്ല്, അത് മാത്രമല്ല FCRA, ലേബർ കോഡ് തുടങ്ങി എല്ലാം ഒരു സാധാരണക്കാരന് നേരെ കൊടുവാളാകുന്ന എല്ലാ നിയമത്തെയും കോൺഗ്രസും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും എതിർത്തു. നമ്മൾ സംസാരിക്കുമ്പോൾ FCRA ബില്ലിനെ കുറിച്ചും കൂടെ സംസാരിക്കണം. വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് മാത്രമല്ല, FCRA കുറിച്ച് എടുത്തു പറയണം. കാരണം FCRA ഭേദഗതി കൊണ്ടുവന്നത് കൊണ്ട് ഇവിടെ ആർക്കാണ് നേട്ടമുള്ളത്? ആശിക്ക് ഇവിടെ ആർക്കെങ്കിലും FCRA കൊണ്ട് നേട്ടം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇല്ല. കാരണം ഇവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കെതിരെ ഇവരുടെ കയ്യിലുള്ള കുറച്ച് വേട്ടപ്പട്ടികളുണ്ടല്ലോ, ED, CBI അതുപോലുള്ള അന്വേഷണ ഏജൻസികൾ, അവർക്കെതിരെ അന്വേഷണം അഴിച്ചുവിടുന്നു, റെയ്ഡ് നടത്തുന്നു, ഇവർ പ്രാപ്തരല്ല എന്നുള്ള രീതിയിൽ ഷട്ടർ ഇടുന്നു. എന്നിട്ട് ഈ ഒരു NGOകളുടെ അധികാരം ആരുടെ കയ്യിലായിരിക്കും? അവരേറ്റെടുക്കുന്നു. അതെ, അതിലേക്ക് വരുന്ന ഫണ്ട് ആരുടെ കയ്യിലേക്ക് പോകും? കയ്യിലേക്ക് പോകും. അതെ. അപ്പൊ ഇവർക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുകയാണ് ഈ NGO എന്നുള്ള കണ്ടുകെട്ടുന്നതിലൂടെ. ഇത്തവണത്തെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുള്ള ഒരു കാര്യമാണ്, BJP ആണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുക്കിയിട്ടുള്ളത് കേരളത്തിലേക്ക്. ഇവിടെ BJPയുടെ ഈ കലാശക്കൊട്ട് പോലെ അല്ലെങ്കിൽ BJPയുടെ പ്രകടനം പോലത്തെ ഒരു പ്രകടനം ഇവിടെ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ഓളം ഉണ്ടാക്കാൻ ഈ BJPക്ക് സാധിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇതിന് മാത്രം പണം ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്ക് സ്വാഭാവികമായിട്ടും ആസ് എ പേഴ്സൺ എനിക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചിന്തയാണ്. നമ്മൾ കണ്ടതാണ്, എല്ലാ സ്ഥാനാർത്ഥികളെക്കാട്ടിലും ഉയരത്തിലാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ. അതിന് ക്രെയിൻ കൊണ്ടുവന്ന് തൂക്കുവാണ് എല്ലാവരെയും. ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ്. അതുപോലെ തന്നെ DJ അത് ഇത് 4-3 വിരലിലുണ്ടാകുന്ന BJP പ്രവർത്തകരാണ് കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉള്ളത്. മനസ്സിലായോ? 150 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലങ്ങൾ 1 മുതൽ എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ BJP എന്ന് പറയാനായിട്ട് വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കോ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഉള്ള അണികളൊന്നും തന്നെ BJPക്ക് ഇല്ല. ചേട്ടാ, അത് പണ്ടായിരുന്നു. കാരണം മുമ്പായിരുന്നെങ്കിൽ, അതായത് 2 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ ചേട്ടൻ പറഞ്ഞ ആ ഒരു വാദം ഞാൻ സമ്മതിക്കുമായിരുന്നു, BJPക്ക് വിരലിലെണ്ണാവുന്ന 1-2 പ്രവർത്തകരെ ഉള്ളൂ എന്ന്. പക്ഷേ 2017 ശേഷമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും ആ ഒരു സമൂഹം നമുക്ക് ഒപ്പമുണ്ട്. ആ സമൂഹം എല്ലാം ഒത്തുകൂടുമ്പോൾ 1 100 ആകും, 100 1000 ആകും, 100 10,000 ആകും, ലക്ഷമാകും. ആഷിക, ഞാൻ പറഞ്ഞ അതല്ല. ഈ പറയുന്ന BJPക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ഉള്ള അണികളൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഈ 2014 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പാൽക്കുപ്പികളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് രാഷ്ട്രീയം ഞരമ്പുകളിൽ ഓടുന്ന ശക്തരായ അണികളൊന്നും തന്നെ ഈ പറയുന്ന BJPക്ക് അവകാശപ്പെടാനില്ല. വർഗീയത തലയ്ക്ക് പിടിച്ച, വർഗീയ ബുദ്ധി തലയ്ക്ക് പിടിച്ച കുറെ ഭ്രാന്തന്മാർ മാത്രമാണ് ഈ പറയുന്ന BJPക്ക് സ്വന്തമെന്ന് പറയാനായിട്ടുള്ള ആ ഒരു വാക്കിനെ ഖണ്ഡിക്കുവാൻ ആഷിക്കിന് സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് തന്നെ അറിയാം. അതായത് ഇപ്പൊ NDA കോടതി നിർത്തിയത് എന്തിനാണ്? NDA വന്നതിന് ശേഷമാണ് ഈ പറയുന്ന BJPക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഒരു കേരളത്തിൽ മുഴുവൻ തപ്പിക്കഴിഞ്ഞാൽ 1-2 പേരെ കിട്ടും. അതും എന്തുകൊണ്ട്? ഈ പറയുന്ന ഒരു മുസൽമാനെ നിർത്തിയാൽ മാത്രം വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ ബുദ്ധിപരമായിട്ട് നിർത്തിയിരിക്കുന്നതാണ്, അല്ലാതെ ഉള്ളതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരുടെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ നിലനിന്ന് പോകുന്ന ഒരു പാർട്ടിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര ഓളം വെക്കുകയാണ്. എന്താ പറയുക, ഒരു പുകമറ സൃഷ്ടിച്ച് ആ പുകമറയ്ക്കുള്ളിലൂടെ എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ. എവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തയുണ്ടാവും. കോടികൾ വാരി എറിഞ്ഞിരിക്കുകയാണ് 140 മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് കോടികൾ വാരി എറിഞ്ഞിരിക്കുകയാണ്. ഇവർ 14 ജില്ലയിൽ ഈ പറഞ്ഞ ഇലക്ഷന് വാരി എറിഞ്ഞിട്ടുള്ള പണത്തിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം സുഖസുന്ദരമായിട്ട് നമ്മുടെ അധികാരത്തിൽ വരുന്ന സർക്കാരിന് ജനങ്ങളെ സേവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം തോന്നി പോവുകയാണ്. അതായത് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം മാറ്റിവെക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. ഈ സംസ്ഥാനങ്ങളെ കൂടി ലക്ഷ്യമിട്ടാണ് ഈ മണ്ഡല പുനർനിർണയം പോലുള്ള ബില്ലുകൾ ഇവർ നോക്കുന്നത്. 2039 ഈ രാജ്യത്തിന്റെ പൂർണ്ണമായ അധികാരം പിടിച്ചടക്കാം എന്നുള്ള ഒരു കുബുദ്ധിയോടെയാണ് ഈ ബില്ലുകൾ ഇവർ പാസ്സാക്കുന്നത്. അതായത് ലോക്സഭയിൽ പ്രതിപക്ഷം നഖശിതാന്തം എതിർത്ത ബില്ലിനെ പ്രതിപക്ഷത്തെ വകവയ്ക്കാതെ ആ ബില്ല് പാസ്സാക്കിച്ച് അത് നിയമമാക്കുന്നു. അത് രാജ്യസഭയിലേക്ക് അപ്ലൈ ചെയ്ത് അത് പൂർണ്ണ നിയമമാക്കി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഇതിനെതിരെ പ്രതികരിച്ചു.
ആ രാഹുൽ ഗാന്ധിയുടെ വീടിനെതിരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സമരം നടന്നത് നമ്മൾ കാണുന്നതാണ്. ഇവരൊക്കെ ആരാണ് ഈ ഇളക്കി വിടുന്നത്? ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യ മുന്നണി സ്ത്രീകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞിളക്കി വിടുന്നത് BJPയുടെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ്. കാരണം ഇവർക്ക് ആ ബില്ല് അംഗീകരിക്കണം. അത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പൂർണ്ണമായ പരമമായ അധികാരം ഇപ്പോൾ ഈ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ഇതുപോലെ കേരളം, നമ്മുടെ 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ അവരുടെ കയ്യിലില്ലാത്തുള്ളൂ. 2029 അല്ലെങ്കിൽ 2039 അവർക്ക് ഈ സംസ്ഥാനത്തിന്റെ കൂടെ അധികാരം ഇവരുടെ കൈപ്പിടിയിൽ വേണം. അതുകൊണ്ടുള്ള ഒരു ഗൂഢ നീക്കമാണ് ഈ പറയുന്ന മണ്ഡല പുനർനിർണയ ബില്ല്.